നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാണാസുര ഡാമിൽ കൊട്ടത്തോണി മുങ്ങി 4 പേരെ കാണാതായ സംഭവം. 4ാമത്തെ മൃതദേഹവും കണ്ടെടുത്തു. ചെമ്പുകടവ് മോളേക്കുന്ന് ബിനുവിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെയോടെ കണ്ടെടുത്തത്. LDF ഭരണത്തിൽ കാർഷിക മേഖല തകർന്നെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ. കർഷകർ ആത്മഹത്യയുടെ വക്കിലെന്നും ഹസൻ. വയനാട് റെയിൽവേ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും MM ഹസൻ മാനന്തവാടിയിൽ മാധ്യമങ്ങളോട്. യുവതിയുടെ ആത്മഹത്യ. പ്രതിശ്രുത വരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് ചീരാൽ, കഴമ്പ്, പച്ചേരി അമീർ. GST നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വർധനവ്. അരി, പഞ്ചസാര ഉൾപ്പെടെയുള്ളവയുടെ വിലയിൽ 12% വർധനവ്. ചെറുകിട കച്ചവടക്കാർക്ക് ദുരിതം. പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോഴും പുൽപ്പള്ളി മേഖലയിൽ മതിയായ ചികിത്സാ സൗകര്യമില്ല. 4 നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ആരിക്കൊല്ലി ആയുർവേദ ഡിസ്പെൻസറിയിൽ കിടത്തി ചികിത്സ ആരംഭിച്ചില്ല. മേഖലയിലെ ആശുപത്രികളിൽ 24 മണിക്കൂറും ചികിത്സ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം. കോഴിക്കോട് ഊട്ടി സംസ്ഥാന പാതയിലെ കുഴിയടയ്ക്കൽ പ്രഹസനമെന്ന്. 90% കുഴികളും അടച്ചില്ല എന്ന് പരാതി. അടച്ച കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. ബാണാസുര ഡാം റിസർവോയറിൽ കാണാതായ മുഴുവൻ പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കാണാതായ 4 പേരുടെ അവസാനത്തെയാളെ ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. ചെമ്പുകടവ് മോളേക്കുന്നിൽ ബിനുവിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. മീൻ പിടിക്കാനായി കൊട്ടത്തോണിയിൽ പോകുന്നതിനിടെ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ അപകടത്തിൽ 4 പേരെയായിരുന്നു വെള്ളത്തിൽ കാണാതായത്. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച തിരച്ചിലിൽ ബുധനാഴ്ച രാവിലെ 2 പേരുടെയും ഇന്നലെ രാവിലെ ഒരാളുടെയും ഇന്ന് രാവിലെ മറ്റൊരാളുടെയും മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചെമ്പുകടവ് മോളേക്കുന്നിൽ ബിനുവിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ പടിഞ്ഞാറത്തറ SIയും സംഘവും നടത്തിയ പരിശോധനയിൽ ലഭിച്ചത്. തിരച്ചിലിനായി നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധരും ഫയർഫോഴ്സിലെയും തുർക്കി ജീവനരക്ഷാ സമിതിയിലെയും ഗുഡ് വേ ഡൈയിങ് സർവീസിലെയും അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 4 ദിവസമായി റവന്യൂ, പോലീസ്, വനം, ഗ്രാമപഞ്ചായത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗങ്ങളുടെയും നാട്ടുകാരുടെയും ശ്രമങ്ങളാണ് ഇന്ന് രാവിലെയോടെ പൂർത്തിയായത്. ഇന്ന് ലഭിച്ച ബിനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വയനാട് ന്യൂസ്, പടിഞ്ഞാറത്തറ. LDF ഭരണത്തിൽ സംസ്ഥാനത്ത് കാർഷിക മേഖല പാടെ തകർന്നെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടും കാർഷിക വില നിർണ്ണയ കമ്മീഷൻ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടും 10 ലക്ഷം കർഷകരുടെ ഒപ്പുകൾ ശേഖരിച്ച് സർക്കാരിന് നൽകുമെന്നും MM ഹസൻ മാനന്തവാടിയിൽ പറഞ്ഞു. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും കർണാടക സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് മാർക്സിസ്റ്റുകാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മാനന്തവാടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയാകെ തകർന്നിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും UDF സർക്കാരിന്റെ കർഷക സംരക്ഷണ നയങ്ങളും പദ്ധതികളും LDF സർക്കാർ പൂർണ്ണമായും അവഗണിച്ചുവെന്നും MM ഹസൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കാർഷിക മേഖല ഇന്നാകെ തകർച്ചയിലാണ്. കൃഷിക്കാർ ആത്മഹത്യയുടെ മുനമ്പിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ, ഏറ്റവും ഒടുവിൽ UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കൃഷിക്കാർക്ക് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ച ആളുകളാണ് LDFകാർ. അവർ ഈ കേരളത്തെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് പോലും അവർ ഭാവിക്കുന്നില്ല. അതുകൊണ്ട് 10 ലക്ഷം കൃഷിക്കാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ആവശ്യം സർക്കാരിന്റെ മുമ്പിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള എല്ലാ കാർഷിക കടങ്ങളും എഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിൽ കർഷക ആത്മഹത്യ തിരികെ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ കാർഷിക പെൻഷൻ സ്തംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇതൊന്നും കണ്ടതായി നടിക്കുന്നില്ല. വന്യമൃഗശല്യത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുന്നതിന് 10 ലക്ഷം കർഷകരുടെ ഒപ്പുകൾ ശേഖരിച്ച് കർഷക സംരക്ഷണ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് തുടക്കം കുറിക്കും. ഈ മാസം 25-ന് KPCC, DCC പാർട്ടി പ്രതിനിധികളുടെ സംയുക്ത യോഗത്തിൽ പ്രക്ഷോഭത്തിന് അന്തിമരൂപം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് മാർക്സിസ്റ്റുകാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നഴ്സുമാരുടെ സമരത്തിൽ സർക്കാർ എടുത്ത നടപടി സർക്കാരിന്റെ ചുമതലയാണെന്നും അത് നഴ്സുമാരുടെ അവകാശത്തിന്റെ ഭാഗമാണെന്നും അല്ലാതെ സർക്കാരിന്റെ നേട്ടമല്ലെന്നും അദ്ദേഹം മാനന്തവാടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഞങ്ങളും പറഞ്ഞല്ലോ. ഗവൺമെന്റിന്റെ ചുമതലയല്ലേ
ഇതുപോലൊരു സമരം നടക്കുമ്പോൾ ഒത്തുതീർപ്പാക്കുന്നതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കുക, മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുക. ഇത് നഴ്സുമാരുടെ അവകാശം സുപ്രീം കോടതി പ്രഖ്യാപിച്ച രൂപത്തിൽ അവർക്ക് ശമ്പള വർധനവ് നൽകണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളും വളരെ ശക്തമായി തന്നെയാണ്. വയനാട് ന്യൂസ്, മാനന്തവാടി. യുവതി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിശ്രുത വരനെ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചീരാൽ കഴമ്പ് പച്ചീരി മുഹമ്മദിന്റെ മകൻ അമീറാണ് അറസ്റ്റിലായത്. പുത്തൻകുന്ന് കുരിഞ്ഞയിൽ പോക്കറിന്റെ മകൾ സജിനയെ വ്യാഴാഴ്ച പുലർച്ചെയാണ് വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 10 ഇവർ തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് 3 മാസം മുമ്പ് തീരുമാനിച്ചു. ഇതേ തുടർന്ന് അമീർ 5 പവൻ സ്വർണം സജിനയുടെ പക്കൽ നിന്നും വാങ്ങി. കൂടാതെ പണയം വയ്ക്കുന്നതിന് വീടിന്റെ ആധാരവും ആവശ്യപ്പെട്ടു. ഇതിനിടെ PSC വഴി ജോലിക്ക് നിയമനം ലഭിച്ച സജിനയെ ജോലിക്ക് പോകുന്നതിൽ നിന്നും വിലക്കി. കല്യാണം അടുത്തതോടെ സജിനയുടെ കുടുംബക്കാർ സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ അമീർ തിരികെ നൽകാൻ തയ്യാറായില്ല. ഇതിൽ മാനസികമായി തകർന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അമീറിന്റെ മാതാവ് ഐഷയും കേസിൽ പ്രതിയാണ്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജു ആന്റണിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. GST പ്രാബല്യത്തിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നു. അരി, പഞ്ചസാര അടക്കമുള്ള സാധന സാമഗ്രികൾക്ക് 5 മുതൽ 12% വരെയാണ് വില ഉയർന്നിരിക്കുന്നത്. നികുതി ഇളവ് ലഭിച്ച സാധനങ്ങൾക്ക് GST പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് വില ഉയർത്തിയതായും കച്ചവടക്കാർ. GST പ്രാബല്യത്തിൽ വന്നതോടെ ഏറ്റവും അധികം ദുരിതത്തിലായിരിക്കുന്നത് സാധാരണക്കാരാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 5% മുതൽ 12% വരെയാണ് ഒട്ടുമിക്ക നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിച്ചത്. അരി, പഞ്ചസാര, ആട്ട, മൈദ, വെളിച്ചെണ്ണ, പാക്കിംഗ് കവറുകൾ തുടങ്ങിയ നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയിലാണ് വർധനവ്. 5% വർദ്ധിച്ച് അരിയുടെ വില കിലോയ്ക്ക് 45 വരെയായി. പഞ്ചസാര, ആട്ട, മൈദ എന്നിവയ്ക്ക് കിലോയ്ക്ക് 12% വർദ്ധിച്ചിരിക്കുന്നത്. പാക്കിംഗ് കവറുകൾ, വെളിച്ചെണ്ണ തുടങ്ങിയവയ്ക്കും 12% വില ഉയർന്നു. നികുതി ഇളവ് ലഭിച്ച പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾക്ക് GST നടപ്പിലാക്കുന്നതിന് മുമ്പ് 20%-ഓളം വില വർദ്ധിപ്പിച്ചിരുന്നു. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 12%-ഓളം വില കുറച്ചപ്പോഴും പഴയ വിലയിലും അധികം നൽകേണ്ട അവസ്ഥയിലാണ് ഉപഭോക്താക്കൾ. GST നടപ്പിലായതോടെ പയർവർഗ്ഗങ്ങൾ, ടൂത്ത്പേസ്റ്റ് തുടങ്ങി വളരെ ചുരുക്കം ഇനങ്ങൾക്ക് വില കുറഞ്ഞിട്ടുള്ളൂ. ക്ഷീരകർഷകർക്കും GST ഇരുട്ടടിയായിരിക്കുകയാണ്. കാലിത്തീറ്റകൾക്ക് 12%-ഓളം വില വർദ്ധിച്ചതിനൊപ്പം സാധനം കിട്ടുന്നില്ലെന്നുമാണ് കച്ചവടക്കാർ പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചെറുകിട കച്ചവട വിപണിയെയും GST പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. GST കാരണം പല സാധനങ്ങളും കിട്ടാതെ വരുന്നുണ്ട്. കാലിത്തീറ്റ, കൊഴുത്തീറ്റകൾ ഐറ്റംസൊക്കെ അത് GST പേര് പല സാധനത്തിൽ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. വില കുറഞ്ഞ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കോൾഗേറ്റ് അങ്ങനെയുള്ള കുറഞ്ഞ പാക്കറ്റ് സാധനങ്ങൾ മാത്രം കുറച്ച് വില കുറവുണ്ട്. പോലീസിനൊക്കെ എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിനേക്കാൾ 12% ടാക്സ് കൂട്ടിയിട്ടാണ് അവർ വില കുറച്ചിട്ടുള്ളത്. വയനാട് ന്യൂസ്, ബത്തേരി. കാൽനൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ആടിക്കൊല്ലി ആയുർവേദ ഡിസ്പെൻസറിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടിയായില്ല. കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി 2 പതിറ്റാണ്ട് മുമ്പ് 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇരുനില കെട്ടിടം ഡിസ്പെൻസറി ആശുപത്രിയായി ഉയർത്താത്തത് കാരണം ഉപകാരമില്ലാതെ കിടക്കുകയാണ്. മാറി മാറി വരുന്ന സർക്കാർ ആരോഗ്യ കേന്ദ്രത്തെ അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. 1990-91 വർഷത്തിൽ പ്രദേശത്തെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1/2 ഏക്കറോളം സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയതിനെ തുടർന്നായിരുന്നു ആശുപത്രിക്കായി കെട്ടിടം നിർമ്മിച്ചത്. ഡിസ്പെൻസറി ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് പ്രശ്നം അവതരിപ്പിക്കുകയും നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ ആരോഗ്യ കേന്ദ്രത്തെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. വയനാട്ടിൽ നിന്നും ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് പോലും ആടിക്കൊല്ലി ഡിസ്പെൻസറിയെ ആശുപത്രിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും കിടത്തി ചികിത്സ ആരംഭിക്കാൻ നടപടിയുണ്ടാകാത്തത് നിർധനരായ രോഗികളെയാണ് വലയ്ക്കുന്നത്. പ്രായാധിക്യമായ രോഗികൾ ചികിത്സയ്ക്കും മറ്റും ബത്തേരിയിൽ പോകേണ്ട അവസ്ഥയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യമൊരുക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അറിയിക്കാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ആശുപത്രി അവഗണിക്കുന്ന സമീപനമാണ് അധികൃതരുടേതെന്നാണ് നാട്ടുകാരുടെ പരാതി. ആദിവാസികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിട്ട് പോലും ജനപ്രതിനിധികൾ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും രോഗികൾ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം ചികിത്സയ്ക്കായി നിരവധി ആളുകളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. പുൽപ്പള്ളിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെ ആടിക്കൊല്ലിയിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിലേക്ക് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓട്ടോറിക്ഷയും മറ്റും വിളിച്ചെത്തുന്നവർക്ക് ഡോക്ടറെ കാണാൻ കഴിയാത്തത് ഇരട്ടിച്ചെലവിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ഇതുവരെയായിട്ടും അവിടെ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടില്ല. ഇവിടെ മഴക്കാലമായതോടുകൂടി ആദിവാസി സുഹൃത്തുക്കൾ അനേകം തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഈ പുൽപ്പള്ളി മേഖല. അതുപോലെ തന്നെ പ്രായാധിക്യമായവരും ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. നിരവധി ആൾക്കാർ കയറി ഇറങ്ങുന്നു. അവിടെ 12 മണി വരെയാണ് അവിടെ ചികിത്സ നടത്തുന്നത്. അതേ ശരി, അവിടെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ഈ രോഗികളെ സഹായിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങാൻ
സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവണം. വയനാട് ന്യൂസ് പുൽപ്പള്ളി. പുൽപ്പള്ളി മേഖലയിൽ സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും ചികിത്സ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം. മേഖലയിൽ വിവിധ ആശുപത്രികൾ ഉണ്ടായിട്ടും രോഗികൾ മറ്റു സ്ഥലങ്ങളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് സൗകര്യം പോലും രോഗികൾക്ക് ലഭിക്കുന്നില്ലെന്നും പരാതി. പുൽപ്പള്ളി മേഖലയിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ഏറെയുണ്ടായിട്ടും ചികിത്സയ്ക്കായി ബത്തേരിയിലോ മാനന്തവാടിയിലോ പോകേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. പുൽപ്പള്ളി പഞ്ചായത്തിൽ ഒരു സാമൂഹ്യാരോഗ്യ കേന്ദ്രവും പാക്കത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററും പുൽപ്പള്ളി താഴെയങ്ങാടിയിൽ ഹോമിയോ ഡിസ്പെൻസറി, ആടിക്കൊല്ലിയിൽ ആയുർവേദ ഡിസ്പെൻസറി, മുള്ളംകൊല്ലി പഞ്ചായത്തിൽ പാടിച്ചിറയിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ, സീതാമൌണ്ടിൽ ആയുർവേദ ഡിസ്പെൻസറി, മുള്ളംകൊല്ലിയിൽ ഹോമിയോ ഡിസ്പെൻസറി ഉൾപ്പെടെ 7 ആതുരാലയങ്ങളുണ്ടായിട്ടും ഉച്ചയ്ക്ക് ശേഷം സുഖമില്ലാതാകുന്ന രോഗികൾക്ക് ചികിത്സ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ ക്വാർട്ടേഴ്സിൽ ചെന്ന് കാണണമെങ്കിൽ 100 മുതൽ 200 രൂപ വരെ കൺസൾട്ടിംഗ് ഫീസ് നൽകേണ്ട അവസ്ഥയുമാണ് രോഗികൾക്ക്. ഹൃദ്രോഗം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അടിയന്തര ചികിത്സ നൽകാൻ കഴിയാത്തതുമൂലം മരിക്കുന്ന രോഗികളുടെ എണ്ണം ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്നത് ഈ മേഖലയിലെ ചികിത്സാ രംഗത്തെ പോരായ്മയാണ്. ECG എടുക്കാൻ പോലും സൗകര്യങ്ങളില്ലാത്ത അവസ്ഥയാണ്. ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കാറുണ്ടെങ്കിലും അധികൃതർ ചെവിക്കൊള്ളാറില്ല. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പ്രാഥമിക ചികിത്സ കിട്ടാത്ത മൂലം മരിച്ചവരുടെ എണ്ണം നിരവധിയാണ്. ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ചികിത്സാ സൗകര്യമൊരുക്കുന്നതിന് കഴിയാത്തതും ഡോക്ടർമാരുടെ അഭാവവും രോഗികളെ വലയ്ക്കുകയാണ്. സർക്കാർ ആശുപത്രിയിൽ ആംബുലൻസ് സൗകര്യമുണ്ടായിട്ടും രോഗികൾക്ക് പ്രയോജനപ്പെടുത്താൻ അധികൃതർ തയ്യാറാകാത്തതും സാധാരണക്കാരായ രോഗികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്നുമാണ് ജനങ്ങളുടെ പരാതി. കിടത്തി ചികിത്സയ്ക്ക് പോലും സൗകര്യമുള്ള ഒരു ആശുപത്രി, ഒരു ആയുർവേദ ആശുപത്രി ആയിട്ട് പോലും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ ആയുർവേദ ചികിത്സയെ ആശ്രയിക്കുന്ന സമയത്ത് പോലും ഒരു രീതിയിലും അവിടെ കിടത്തി ചികിത്സയ്ക്കോ മറ്റു സൗകര്യങ്ങൾക്കോ യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഈ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. വയനാട് ന്യൂസ് പുൽപ്പള്ളി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പാടിച്ചിറ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ഏക ചികിത്സാ കേന്ദ്രമായിട്ട് പോലും കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുന്നില്ല. പകർച്ചപ്പനി ഉൾപ്പെടെ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയ്ക്കായി പുൽപ്പള്ളിയിലോ ബത്തേരിയിലോ പോകേണ്ട അവസ്ഥയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും ജനപ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പാടിച്ചിറ ആശുപത്രിയെ സാമൂഹിക ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ആരോഗ്യ കേന്ദ്രത്തെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ പുൽപ്പള്ളിയിലെത്തേണ്ട സ്ഥിതിയാണ്. 200ഓളം ഡെങ്കിപ്പനി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത മേഖലയായിട്ട് പോലും ചികിത്സയ്ക്ക് ആവശ്യമായ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളും ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങിയവർക്ക് താമസിക്കുന്നതിനുള്ള ക്വാർട്ടേഴ്സുകളും ഉണ്ടായിട്ടും കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. 2010-ൽ 3 മാസത്തോളം പാടിച്ചിറ ആശുപത്രിയിൽ NRHM-ൽ നിന്നുള്ള ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് IP താൽക്കാലികമായി നിർത്തുകയായിരുന്നു. നിർധനരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയായിട്ട് പോലും ആശുപത്രിയിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളോ ക്ലിനിക്കോ ഇല്ല. ഇത്തരം സാഹചര്യം കണക്കിലെടുത്ത് പാടിച്ചിറ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പാടിച്ചിറ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാനുള്ള നടപടി ഉടനെ ഉണ്ടാകണം. ഇപ്പോൾ തന്നെ ഒരു രോഗം വന്നാൽ 10-25 കിലോമീറ്റർ അപ്പുറം ബത്തേരിയിലൊക്കെ പോയാണ് ചികിത്സിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് കാണേണ്ടത് എത്രയും പെട്ടെന്ന് ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനുള്ള ഡോക്ടർമാർ, സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് ചികിത്സിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കോഴിക്കോട് ഊട്ടി അന്തർ സംസ്ഥാന പാതയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ താൽക്കാലിക കുഴിയടയ്ക്കൽ പ്രഹസനമാണെന്ന് ആരോപണം. 90% കുഴികളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് കുഴിയടയ്ക്കൽ പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത്. അടച്ച കുഴികൾ 4 ദിവസത്തിനുള്ളിൽ പഴയ രൂപത്തിലായെന്നും പരാതി ഉയരുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കോഴിക്കോട് ഊട്ടി അന്തർ സംസ്ഥാന പാതയാണിത്. ഇവിടെയാണ് 4 ദിവസം മുൻപ് താൽക്കാലിക കുഴിയടയ്ക്കൽ പ്രക്രിയ നടത്തിയത്. 90% കുഴികളും അതേപടി നിലനിർത്തിയാണ് താൽക്കാലിക കുഴിയടയ്ക്കൽ പൂർത്തിയാക്കിയത്. അധികൃതരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴ തുടങ്ങിയതിന് ശേഷമാണ് പ്രവൃത്തികൾ നടത്തിയത്. അതുകൊണ്ട് 4 ദിവസത്തിനുള്ളിൽ തന്നെ അടച്ച കുഴികൾ പഴയ രൂപത്തിൽ തന്നെയായി. നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാപ്പംകൊല്ലി ബസ് സ്റ്റോപ്പിന് മുൻപിലത്തെ കുഴികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും കരാറുകാരൻ അടയ്ക്കാൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 15 ലക്ഷം രൂപയുടെ കരാർ പ്രവൃത്തിയാണിതെന്ന് പറയപ്പെടുന്നു. കുഴിയടയ്ക്കൽ പ്രക്രിയയിൽ നടന്നിട്ടുള്ള ക്രമക്കേടിനെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി മുന്നോട്ടു പോകാനാണ് കാപ്പംകൊല്ലി പ്രദേശവാസികളുടെ തീരുമാനം.
മനസ്സിലാവും. അവിടെ 5 കുഴികൾ ഇങ്ങനെ ഒരു വഴിയിൽ തന്നെ 5 കുഴികൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. വയനാട് ന്യൂസ് മേപ്പാടി. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ബി.ജെ.പി. മാനന്തവാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മനോജ് പിലാക്കാവ് അധ്യക്ഷത വഹിച്ചു. കണ്ണൻ കണിയാരം, ജി കെ മാധവൻ, വിൽഫ്രഡ് ജോസ്, മനോജ് പാൽവെളിച്ചം എന്നിവർ സംസാരിച്ചു. ട്രാഫിക് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിളിച്ചിട്ടുള്ള ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഈ മാനന്തവാടിയിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒട്ടനവധി വളരെ മാതൃകാപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങൾ മുഴുവൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി അധികൃതർ വളരെ ബോധപൂർവം മാറ്റിവെക്കുന്നതായിട്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച കൽപ്പറ്റ മേപ്പാടി റോഡിൽ പാൽവയൽ ഭാഗത്ത് നിർമ്മിച്ച ഡ്രൈനേജ് അടഞ്ഞത് ദുരിതമാകുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കൽപ്പറ്റ മേപ്പാടി റോഡിന്റെ നവീകരണം പൂർത്തിയായത്. റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് PWD ഡ്രൈനേജുകൾ നിർമ്മിച്ചത്. എന്നാൽ പാലവയൽ പ്രദേശത്ത് നിർമ്മിച്ച ഡ്രൈനേജിന്റെ 2 വശവും അടഞ്ഞ നിലയിലാണ് പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. ഇതുകാരണം 4 അടി താഴ്ചയുള്ള ഡ്രൈനേജിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഡ്രൈനേജിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നതിനാൽ പകർച്ചവ്യാധി ഭീഷണിയും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. വീട്ടുപരിസരങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്താനെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ അവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ നടപടിയെടുക്കാമെന്ന് ഉറപ്പു കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് നടപടികളൊന്നും തന്നെ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി സമീപത്തെ ഒരു റോഡിന്റെ സ്ലാബുകളും പൊളിച്ചു നീക്കിയിരുന്നു. അവ പുനർനിർമ്മിക്കാമെന്ന വാഗ്ദാനവും കരാറുകാരൻ ലംഘിച്ചതായി നാട്ടുകാർ പറയുന്നു. പകർച്ചവ്യാധികളും പനിമരണങ്ങളും നിരന്തരം വാർത്തയാവുന്ന ഈ സമയത്ത് സാധാരണക്കാരായ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം ഒരു പ്രശ്നമുണ്ടായിട്ടും അറിഞ്ഞ ഭാവം നടിക്കാത്ത ബന്ധപ്പെട്ട അധികൃതർ അവഗണന തുടർന്നാൽ പാലവയൽ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. പലവരും ഇവിടെ വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. മദ്യപിച്ചിട്ട് ചിലവർ വന്ന് വീണവരുണ്ട്. അല്ലാതെയും പ്രായമുള്ള ആൾക്കാർ ഇതിനകത്ത് ചാടി കടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ ഇവരുടെ ബന്ധപ്പെട്ട അധികാരികളോട് പാലവയൽ റെസിഡൻസ് അസോസിയേഷൻ നേരിട്ട് പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. ഇങ്ങനെ ഒരു സംഗതി എന്തെങ്കിലും പരിഹാരം കാണണം. മഴക്കാലമായാൽ വെള്ളം കവിഞ്ഞ് റോഡിലൂടെ കവിയും. യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർ വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നേരിട്ട് ബോധിപ്പിച്ചാണ്. നാളെ ഇതുവരെയായിട്ട് അവർ യാതൊരു പ്രവൃത്തി സാജർ പുത്തലൻ, വയനാട് ന്യൂസ് മേപ്പാടി. പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ച് കബനി പുഴ നിറഞ്ഞൊഴുകി തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയാണ് ഏറെക്കാലത്തിന് ശേഷം ഇരുകരമുട്ടി കബനി ഒഴുകി തുടങ്ങിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ മഴ തുടർന്നാൽ 2 ദിവസത്തിനകം പുഴ കരകവിയും. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പുഴയിൽ നിലവിലുള്ളതിന്റെ പകുതി വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കനത്ത മഴയെ തുടർന്ന് പെരിക്കലൂർ തോണിക്കടവിൽ തോണിയാത്ര പരിമിതപ്പെടുത്തി. തോണിയിൽ കയറ്റുന്നവരുടെ എണ്ണവും കുറച്ചിട്ടുണ്ട്. മറുകരയിലേക്ക് തോണി എത്തിപ്പെടുന്നത് ഏറെ ചുറ്റിക്കറങ്ങിയാണ്. സമീപകാലം വരെ പാറക്കെട്ട് നിറഞ്ഞ നിലയിലായിരുന്നു പുഴ. പുഴയ്ക്ക് ഇരുകരയിലേക്കും നടന്നു കയറാൻ പറ്റുമായിരുന്നു. പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞത് ജലക്ഷാമത്തിനും കാരണമായിരുന്നു. ശക്തമായ മഴ ലഭിച്ചതോടെ ജലസ്രോതസ്സെല്ലാം ഉറവയായി. മഴ കനത്തതോടെ മീൻപിടുത്തക്കാരും പുഴയിൽ സജീവമായിട്ടുണ്ട്. വയനാട് ന്യൂസ് പുൽപ്പള്ളി. പുൽപ്പള്ളി മാനന്തവാടി റൂട്ടിലെ ആനപ്പാറ പാലത്തിന് സമീപം റോഡ് തകർന്നതോടെ കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ദുരിതത്തിലായി. വീട്ടിമൂല മുതൽ ആനപ്പാറ വരെയുള്ള 2 കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും തകർന്നത്. കടമാൻതോടിനു കുറുകെയുള്ള ആനപ്പാറ പാലത്തിന് സമീപം വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വാഹനങ്ങൾ കുഴിയിൽ ചാടി ബൈക്ക് യാത്രക്കാരുൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് നിരവധിയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡായിട്ട് പോലും റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നന്നാക്കുന്നതിന് യാതൊരു നടപടിയുമില്ല. കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വാഹനങ്ങൾ എത്തുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ചെളി തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. വൻ കുഴികളുള്ള റോഡിൽ ക്വാറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കുഴികൾ നികത്തണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ 20ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രധാന റോഡ് കൂടിയാണിത്. പയ്യമ്പള്ളി വണ്ടിക്കടവ് റോഡിന് 1.5 കോടി രൂപ അനുവദിച്ചിട്ടുള്ളതിനാൽ ഈ വർഷം പാച്ച് വർക്ക് പണികൾ നടത്താൻ കഴിയില്ലെന്നാണ് PWD അധികൃതർ പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി പ്രശ്നത്തിലിടപെട്ട് വൻ കുഴികൾ രൂപപ്പെട്ട ഭാഗങ്ങൾ നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പുൽപ്പള്ളി മാനന്തവാടി റോഡാണിത്. ഇത് ഇപ്പോൾ ആനപ്പാറ നമ്മുടെ ഈ പാലത്തിന്റെ സമീപം യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ റോഡ് തകർന്നു കിടക്കുകയാണ്. അടിയന്തരമായി PWD ഇത് റെഡിയാക്കി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. വയനാട് ന്യൂസ് പുൽപ്പള്ളി.
തവിഞ്ഞാൽ പഞ്ചായത്തിലെ ജലനിധി പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചും പദ്ധതി നടത്തിപ്പിൽ വൻ അഴിമതി നടത്തിയെന്ന ആരോപണ വിധേയനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി NJ ഷജിത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും പഞ്ചായത്ത് ഭരണസമിതി യോഗം UDF ബഹിഷ്കരിച്ചു. UDF ഭരണകാലത്ത് പഞ്ചായത്തിൽ നല്ല രീതിയിൽ നടപ്പിലാക്കിയ ജലനിധി പദ്ധതി LDF ഭരണത്തിൽ അട്ടിമറിക്കപ്പെട്ടതായും UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വാളാട് പേരിയ നീർത്തട പദ്ധതിയുടെ കൺവീനറായിരുന്ന NJ ഷജിത്ത് പദ്ധതി നടത്തിപ്പിൽ അഴിമതി നടത്തിയെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ CPM ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. അഴിമതിക്കാരനെന്ന് CPM മുദ്രകുത്തിയ NJ ഷജിത്തിനെ അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും വാർത്താസമ്മേളനത്തിൽ നേതാക്കൾ ആരോപിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചതെന്നും UDF ജനപ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPMന് അല്പമെങ്കിലും രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ ഷജിത്തിനെ രാജിവെപ്പിക്കണം. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്തിൽ നല്ല രീതിയിൽ നടപ്പിലാക്കിയ ജലനിധി പദ്ധതിയെ LDF ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷം ചെയർമാന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി അട്ടിമറിക്കുകയാണ് ഉണ്ടായതെന്നും ജനപ്രതിനിധികൾ ആരോപിച്ചു. UDF 18 ജലനിധി പദ്ധതികൾ ആരംഭിച്ചതിൽ 11 കമ്മീഷൻ ചെയ്യുകയും 5 പദ്ധതികളുടെ പ്രവൃത്തി 90% പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. UDF തുടങ്ങിയ വാളാട് പദ്ധതി അക്കാലത്ത് 40% പൂർത്തീകരിച്ചതല്ലാതെ മറ്റ് യാതൊരു നടപടിയും LDF ഭരണസമിതി ചെയ്തിട്ടില്ല. വാർത്താസമ്മേളനത്തിൽ MG ബാബു, റഫീഖ് കൈപ്പാണി, ശശികുമാർ, LC ജോയി, ലിസി ജോസ് എന്നിവർ പങ്കെടുത്തു. സഹായ സംഘടനയുടെ സഹായമില്ലാതെ ഇത് ടെർമിനേറ്റ് ചെയ്ത് ഗവൺമെന്റ് അടുത്ത് നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ജീവനക്കാരെ വെക്കാൻ സാധ്യമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിലവിൽ തവഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ച് സഹായ സംഘടനയായ ഫ്ലൈയിങ് കേരള വെച്ച ജീവനക്കാരും തവഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി വെച്ച ജീവനക്കാരുമടക്കം 8ഓളം ജീവനക്കാരാണ് ജലനിധി പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള ഗവൺമെന്റ് ഓർഡറിനേക്കാൾ കൂടുതൽ തുകയാണ് ശമ്പള ഇനത്തിൽ അവർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൽ വ്യക്തമായ അഴിമതിയുണ്ട്. മാത്രമല്ല, സ്റ്റാൻഡിംഗ് ചെയർമാന്റെ വ്യക്തിഗത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അതിൽ അതിശക്തമായ വിചാരക്കുറിപ്പ് ഇന്ന് നടന്ന ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഭരണസമിതിയുടെ യോഗം ബഹിഷ്കരിച്ചിട്ടുള്ളത്. വയനാട് ന്യൂസ്, മാനന്തവാടി. ജില്ലയിലെ നെൽകർഷകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ നേർക്കാഴ്ചയാണ് കല്ലൂർ പാടശേഖരത്തിൽ നിന്നുള്ള ഈ കാഴ്ച. രാവും പകലും ഒരുപോലെ കാവൽ നിന്നാണ് നെൽകൃഷി എന്ന പരമ്പരാഗത കൃഷിയെ സംരക്ഷിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കർഷകർ കാണിക്കുന്ന ഈ ത്യാഗത്തിന് സർക്കാരിൽ നിന്നും മതിയായ പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. നേരം പുലർച്ചെ 6 മണിക്ക് വയലിലെത്തണം. വിതച്ച നെന്മണികൾ കിളികൾ കൊത്തിക്കൊണ്ടുപോകുന്നത് തടയാനായിട്ടാണ് ഈ വരവ്. മഴയേറ്റുള്ള ഈ കാവൽ നേരം സന്ധ്യയാവുന്നതുവരെ തുടരും. പിന്നെയുള്ള കാവൽ ആന, മാൻ, പന്നി എന്നിവ കാടിറങ്ങിയെത്തി സന്ധ്യയാവുന്നതുവരെ കാത്തുസൂക്ഷിച്ച ഞാറ് നശിപ്പിക്കുന്നത് തടയൽ. ഈ കാവലും നേരം പുലർച്ചെ വരെ തുടരും. ഇങ്ങനെ കാവൽ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇത് ഞാറ് പറിച്ചു നട്ട് നെൽക്കതിരായി കൊയ്തെടുക്കുന്നതുവരെ തുടരണം. എങ്കിൽ മാത്രമേ പരമ്പരാഗതമായി ഇഷ്ടപ്പെട്ട് ചെയ്തു പോയിരുന്ന നെൽകൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളാണ് ജില്ലയിൽ രാവും പകലും ഒരുപോലെ കഷ്ടപ്പെട്ട് നെൽകൃഷി ചെയ്യുന്നത്. ഭക്ഷ്യസുരക്ഷയ്ക്കായി കർഷകരുടെ ഈ കഷ്ടപ്പാട് എന്നിട്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നതിലാണ് കർഷകരുടെ വേദന. തങ്ങൾ രാവും പകലും ഒരുപോലെ കഷ്ടപ്പെടുന്നതിന് മാന്യമായ സബ്സിഡി നെൽകർഷകർക്ക് നൽകിയില്ലെങ്കിൽ ഇപ്പോഴുള്ള നെൽകൃഷി കൂടി നിൽക്കുമെന്നാണ് കർഷകരുടെ മുന്നറിയിപ്പ്. ഈ നെൽകൃഷി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം, പക്ഷിമൃഗാദികളുടെ മുഴുവൻ ശല്യം, അതുപോലെ നായ്ക്കളുടെ ശല്യം, ഇതെല്ലാം സഹിച്ച് വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെട്ടാണ് ഇത് ഈ കൃഷി ഇങ്ങനെ എടുക്കുന്നത്. ഈ കൃഷി ഇനി കൊയ്ത് കയറുന്നത് വരെ ഈ വയലിൽ തന്നെ ഓരോരുത്തർ മാറി മാറി കാവലിരിക്കണം. അത്രയും ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇത് നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. വയനാട് ന്യൂസ്, ബത്തേരി. ക്ഷീരവികസന വകുപ്പ്, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്, മിൽമ മൃഗസംരക്ഷണ വകുപ്പ്, തിരുനെല്ലി പഞ്ചായത്ത്, മാനന്തവാടി ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങൾ, പനവല്ലി ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാനന്തവാടി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം ജൂലൈ 22-ന് പനവല്ലി ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാനന്തവാടി ബ്ലോക്കിലെ 15 വർഷം പൂർത്തിയാക്കിയ പ്രസിഡന്റുമാരെ ആദരിക്കൽ, പനവല്ലി ക്ഷീരസംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റിനെ ആദരിക്കൽ, കൂടുതൽ പാലളന്ന ക്ഷീരകർഷകരെ ആദരിക്കൽ, വിവിധ പദ്ധതികളുടെ ധനസഹായ വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. രാവിലെ 8 മണിക്ക് കന്നുകാലി പ്രദർശനത്തോടെ പരിപാടി ആരംഭിക്കും. രാവിലെ 11 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം OR കേളു ML ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബ്ലോക്ക് തല ക്ഷീരമേള ഈ മാസം 22-ാം തീയതി പനവല്ലിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഈ മേള നടത്തപ്പെടുന്നത്. രാവിലെ കന്നുകാലി പ്രദർശനവും അതേപോലെ തന്നെ ക്ഷീരവികസന സെമിനാർ ക്ലാസുകളും അതേപോലെ തന്നെ ക്ഷീര കർഷകരെ അനുമോദിക്കുന്ന നല്ല ചടങ്ങോട് കൂടിയിട്ടാണ് ക്ഷീരമേള നടത്തപ്പെടുന്നത്. ബ്ലോക്ക് തലത്തിൽ ഏറ്റവും കൂടുതൽ പാൽ
അളക്കുന്ന വ്യക്തികളെ അവർ മെമൻറ്റോ കൊടുത്ത് സ്വീകരിക്കാനും അതേപോലെ കന്നുകാലി പ്രദർശനങ്ങളും കൂടിയോടുകൂടിയാണ് ഈ ക്ഷീരമേള പനവലിയിൽ നടത്തപ്പെടുന്നത്. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന അന്തരിച്ച സി ഭാസ്കരന്റെ സ്മരണയ്ക്കായി CPM പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം ഓഡിറ്റോറിയം നിർമ്മിക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി MS സുരേഷ് ബാബു ഓഡിറ്റോറിയം നിർമ്മാണ ഫണ്ട് ശേഖരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം CPM ജില്ലാ കമ്മിറ്റി അംഗം PS ജനാർദ്ദനൻ ആദ്യകാല പാർട്ടി നേതാവായിരുന്ന ചെല്ലമ്മയിൽ നിന്നും ഏറ്റുവാങ്ങി. ഓഗസ്റ്റ് മാസത്തിൽ സി ഭാസ്കരന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്ന വിധത്തിലാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. കർഷക സമിതി സംസ്ഥാന സമിതി അംഗം PK മാധവൻ അധ്യക്ഷനായിരുന്നു. പ്രകാശ് ഗഗാറിൻ, പാടിച്ചിറ ലോക്കൽ സെക്രട്ടറി ജോബി പുത്തൻകരോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം CP വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനുസൃതമായി പാർട്ടിയുടെ സൗകര്യങ്ങളും കെട്ടിടത്തിന്റെ സൗകര്യങ്ങളും എല്ലാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി പ്രിയപ്പെട്ട അന്തരിച്ച സഖാവ് ഭാസ്കരന്റെ സ്മരണയ്ക്ക് ഇവിടെ പണിയുന്ന ഈ കെട്ടിടത്തിന്റെ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ആദ്യമായി നൽകുന്ന പ്രിയപ്പെട്ട പാർട്ടിയുടെ സമന്വയ നേതാവും അധികാര പ്രവർത്തകയൊക്കെയായിരുന്ന പ്രിയപ്പെട്ട ചെല്ലമ്മയാണ് ഫണ്ട് നൽകുന്നത്. ഫണ്ട് ഏറ്റുവാങ്ങുന്നത് CPM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് PS ആണ്. ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ ജില്ലയിലെ ഏക ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 2016 ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് മാനന്തവാടി താലൂക്കിൽ ആരംഭിച്ചത്. ചെറ്റപ്പാലം ബൈപ്പാസിലായിരുന്നു ആദ്യകാല പ്രവർത്തനം. എന്നാൽ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് അമ്പുകുത്തി ഗ്യാസ് റോഡിലെ പുൽത്താരക്കുന്ന് ജംഗ്ഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TV റാഫേൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജനമൈത്രി സർക്കിൾ ഇൻസ്പെക്ടർ TM കാസിം അധ്യക്ഷനായിരുന്നു. ഡിവിഷണൽ മാനേജർ KS ഷാജി, MM കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗം മലയാളം പൊളിറ്റിക്സ് ബിരുദ പരീക്ഷകളിൽ റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മാനന്തവാടി കോഓപ്പറേറ്റീവ് കോളേജിന്റെയും PTA-യുടെയും ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. യോഗം OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. കോഓപ്പറേറ്റീവ് കോളേജ് പ്രിൻസിപ്പാൾ K സുധീർ അധ്യക്ഷനായിരുന്നു. സഹകരണ സംഘം രജിസ്ട്രാർ സജീർ, മാനന്തവാടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അശോകനോട് കൊടി, പാരലൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബേബി, കോളേജ് പ്രസിഡന്റ് മേരി ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. പെരിക്കല്ലൂർ അംഗൻവാടി കുട്ടികളുടെ യാത്ര ചളിപ്പുഴ നീതി. 4 നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച റോഡ് മെറ്റൽ പോലും ഇടാതെ മൺപാതയായി തുടരുന്നതാണ് കുട്ടികളുടെ യാത്ര ചളിയിലൂടെയാകാൻ കാരണം. റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. പെരിക്കല്ലൂർ തോണിക്കടവിനടുത്തുള്ള പ്രധാന പാതയിൽ നിന്നും 100 മീറ്റർ അകലെയാണ് അംഗൻവാടി. 25ഓളം കുട്ടികൾ പഠിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള മൺറോഡിന്റെ സ്ഥിതി ദയനീയമാണ്. മുട്ടോളം ചെളികളിലൂടെയാണ് കുട്ടികളുടെ യാത്ര. മുതിർന്നവർ രാവിലെയും വൈകിട്ടും കുട്ടികളെ ചുമലിലേറ്റിയാണ് കൊണ്ടുവരുന്നത്. 22 വർഷം മുമ്പാണ് അംഗൻവാടി ആരംഭിച്ചത്. അന്നും ഇന്നും റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല. ഈ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. റോഡ് നന്നാക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. മഴക്കാലം കഴിയുന്നതുവരെ കോറിപ്പൊടിയെങ്കിലും ഇട്ട് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 വർഷമായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഈ കുട്ടികൾക്ക് ഇതിലെ നടക്കാൻ പോലും പറ്റില്ല. ഇത്രയും വെള്ളം മുട്ടിന് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാം, ഞാൻ ബ്ലോക്കിലെ ഒരു വികസന കമ്മിറ്റിയിലുള്ള അതേപോലെ പഞ്ചായത്തിലുള്ള ഈ രണ്ടിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടിടത്തും പഞ്ചായത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെയ്ക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ പാസ്സായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഇന്ന് വരയ്ക്കും ഇതിനകത്ത് ആരും ഒന്നും ചെയ്തിട്ടില്ല. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മേപ്പാടി പഞ്ചമി ജംഗ്ഷനിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ താഴ്ന്നു നിൽക്കുന്ന കൊമ്പുകളും മറ്റും പൊട്ടി താഴെ വീണ് പിന്നിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മേപ്പാടി ചുണ്ടേൽ റൂട്ടിൽ പഞ്ചമി ജംഗ്ഷനിൽ പഴയ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്താണ് അപകടകരമായ രീതിയിൽ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഉയരമുള്ള വാഹനങ്ങളും ലോഡ് കയറ്റിയ വാഹനങ്ങളും കടന്നുപോകുമ്പോൾ മരക്കൊമ്പുകളിൽ തട്ടി അവ പൊട്ടിവീണ് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഇതിനെ എമൗണ്ട് കുറച്ചാണ് 2 മുമ്പ്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റിൽ അപ്പോൾ പറഞ്ഞു ഫോറസ്റ്റിൽ 2 ദിവസം കഴിയിട്ടാണ് വെക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ വെട്ടിയിട്ടില്ല. ഇതിന് ഏതെങ്കിലും കുട്ടികൾ ആൾക്കാർ മേത്തുകൂടെ ഈ മരം വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇതിന് അവർക്ക് 2 ലക്ഷം 3 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ നിൽക്കുന്നത് നല്ലത്. ഒരാളെ വിട്ട് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിറക് അവർ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണ്ട. ഒരാൾ കൂലിക്ക് വിളിച്ചിട്ട് വെട്ടിക്കണമെങ്കിൽ ആ വിറക് വിറ്റ പൈസ ആ കൂലി കൊടുക്കാം. നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ഇതുവഴി കാൽനടയാത്ര നടത്തുന്നതാണ്. മഴക്കാലമായതോടെ അപകട ഭീഷണി കൂടുതലായിട്ടും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, മേപ്പാടി. സുൽത്താൻ ബത്തേരി സബ് ജില്ലയിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകരുടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും സംഗമം ഒരു വട്ടം കൂടി ബത്തേരിയിൽ സംഘടിപ്പിച്ചു. റെജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉപജില്ലാ മുൻ വിദ്യാഭ്യാസ ഓഫീസർ ഡൊമിനിക് സാവിയോ ഉദ്ഘാടനം ചെയ്തു. ജേക്കബ് ബത്തേരി അധ്യക്ഷനായിരുന്നു.
PV പൗലോസ്, അത്യാവധി AT അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് റെയിൽവേ, മെഡിക്കൽ കോളേജ് എന്നിവ യാഥാർത്ഥ്യമാക്കുക, രാത്രിയാത്ര നിരോധനം പിൻവലിക്കുക, കാർഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും സംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വയനാട് സമഗ്ര പുരോഗതിക്ക് അധ്യാപകർ രംഗത്തിറങ്ങാൻ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/wayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. ബാണാസുര ഡാമിൽ കൊട്ടത്തോണി മുങ്ങി 4 പേരെ കാണാതായ സംഭവം. 4ാമത്തെ മൃതദേഹവും കണ്ടെടുത്തു. ചെമ്പുകടവ് മോളേക്കുന്ന് ബിനുവിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെയോടെ കണ്ടെടുത്തത്. LDF ഭരണത്തിൽ കാർഷിക മേഖല തകർന്നെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ. കർഷകർ ആത്മഹത്യയുടെ വക്കിലെന്നും ഹസൻ. വയനാട് റെയിൽവേ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ അനാസയാണ് കാണിക്കുന്നതെന്നും MM ഹസൻ മാനന്തവാടിയിൽ മാധ്യമങ്ങളോട്. യുവതിയുടെ ആത്മഹത്യ, പ്രതിശ്രുത വരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് ചീരാൽ കഴമ്പ് പച്ചേരി അമീർ. GST നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വർധനവ്. അരി, പഞ്ചസാര ഉൾപ്പെടെയുള്ളവയുടെ വിലയിൽ 12% വർധനവ്. ചെറുകിട കച്ചവടക്കാർക്ക് ദുരിതം. പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോഴും പുൽപ്പള്ളി മേഖലയിൽ മതിയായ ചികിത്സാ സൗകര്യമില്ല. 4 നൂറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ആടിക്കൊല്ലി ആയുർവേദ ഡിസ്പെൻസറിയിൽ കിടത്തി ചികിത്സ ആരംഭിച്ചില്ല. മേഖലയിലെ ആശുപത്രികളിൽ 24 മണിക്കൂറും ചികിത്സ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തം. കോഴിക്കോട് ഊട്ടി സംസ്ഥാന പാതയിലെ കുഴിയടയ്ക്കൽ പ്രഹസനമെന്ന്. 90% കുഴികളും അടച്ചില്ല എന്ന് പരാതി. അടച്ച കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതായും ആരോപണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.